വണ്ടിപ്പെരിയാർ കേസിൽ അപ്പീൽ നൽകാമെന്ന് സർക്കാരിന് നിയമോപദേശം. തെളിവുകളെ അതിന്റെ സമഗ്രതയിൽ വിചാരണ കോടതി പരിഗണിച്ചില്ല. കേസിൽ അന്വേഷണ സംഘം മതിയായ തെളിവുകൾ ഹാജരാക്കി. അന്വേഷണ സംഘത്തിനോ പ്രോസിക്യൂഷനോ വീഴ്ച പറ്റിയിട്ടില്ല. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് നിയമോപദേശം നൽകിയത്. ഷഫീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്താണ് ഈ നിയമോപദേശത്തിൽ പറയുന്നത്? വേണു, സർക്കാരിനും പോലീസിനും ഒരേപോലെ പഴികേട്ടൊരു വിഷയമായിരുന്നു ഈ വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിയെ വെറുതെ വിട്ട കോടതി നടപടി, അതായത് വിചാരണ കോടതി നടപടി എന്നുള്ളത്. അതിന് പിന്നാലെയാണ് സർക്കാർ നിയമോപദേശം തേടാൻ തീരുമാനിച്ചത്. അതിൽ അപ്പീൽ നൽകുമെന്ന് മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചതാണ്. പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമോപദേശം, അതായത് പോലീസ് വീഴ്ച, പ്രോസിക്യൂഷൻ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബന്ധുക്കളുടെ ആരോപണം ഉയർന്നതോടുകൂടിയാണ് നിയമോപദേശം അടക്കമുള്ള കാര്യങ്ങൾ തേടാൻ പോലീസ് തീരുമാനിച്ചത്. ഇപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ നിയമോപദേശത്തിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഉപദേശത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഈ പ്രതിയെ വെറുതെ വിടാനുള്ള കാരണം വിചാരണ കോടതി തെളിവുകളെ അതിന്റെ സമഗ്രതയിൽ പരിഗണിക്കാത്തതിനാലാണ്. കേസിൽ പോലീസ് അന്വേഷണ സംഘം മതിയായ തെളിവുകൾ ഹാജരാക്കി. അന്വേഷണ സംഘത്തിനോ പ്രോസിക്യൂഷനോ ഏതെങ്കിലും തരത്തിൽ വീഴ്ച പറ്റിയിട്ടില്ല എന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നിയമോപദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പീൽ നൽകാം എന്നുള്ള നിയമോപദേശം, അത് സ്വാഭാവികമായ അപ്പീൽ എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് നിലവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഉപദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അപ്പീൽ നൽകും. അതിനുശേഷം മറ്റ് നടപടികളടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. കേസിൽ പുനരന്വേഷണം വേണമെന്ന് പ്രതിപക്ഷവും അതേപോലെ തന്നെ മറ്റു ചിലരും അഭിപ്രായം ഉന്നയിച്ചിരുന്നു. വേണു, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ അപ്പീൽ നൽകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന വിശദാംശങ്ങളുമായുള്ള നിയമോപദേശം പോലീസിന് ലഭിച്ചിരിക്കുന്നു.